ഒരു കൊച്ചു കുളത്തിൽ ചാടി മരിച്ചു. ആണ്ട ഒരു പെണ്ണാണ്ട ഒരു ചെറുക്കനെ തോണ്ടുവോ കിള്ളുവോ ഉരുമോ ഏതാണ്ടൊക്കെ ചെയ്യും. അതാണ്ട് ആത്മഹത്യയും ചെയ്യും. എന്റെ പൊന്നെ, എന്തൊരു രോഗമായിരുന്നു. എല്ലാടി ഇത്ര ഒരു ഐശ്വത്തോടൊക്കെ പേപ്പർ വായിക്കണേ. എടി അല്ലടി, കണ്ടില്ലേ പെണ്ണി എന്താ ചെറുക്കനെ തോണ്ടുവോ കിള്ളുവോ ഉരുമോ ഏതാണ്ടൊക്കെ ചെയ്തു. അത് എങ്ങനെയാണ് മനസ്സിലായോ? ഇല്ല, അത് ആത്മഹത്യ ചെയ്തു. ഒരു ബസ്സിന് ഭയങ്കര തിരക്കായിരുന്നു. ആ ബസ്സിൽ ഒരു പയ്യനുണ്ടായിരുന്നു. ഈ പെൺകൊച്ചും പോയി അവിടെ കയറി. അതിന് വേദന ഇത് പിടിച്ചെടുക്കാനായിരുന്നു. അത് പോയി ഇങ്ങനെ ഒരു മുട്ടുവോ ഒക്കെ ചെയ്തു. എന്നിട്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ പിടിച്ചു. എന്നിട്ട് അത് വയറാക്കുക. അത്ര വയറാകുന്നു പറയുന്നത് കേട്ടിട്ടുണ്ട്. അവരുടെ ആട്ടോവിലോ പൈസയോ പിന്നെ മുൻകൂട്ടിയോ ഏതാണ്ടൊക്കെ നമുക്ക് വല്ലതും അറിയാം. നമ്മൾ ഈ പൈസയായി പൊട്ടി പിടിച്ചാൽ നമുക്ക് ഇത് വല്ലതും അറിയാം. നമുക്കൊന്നും അറിയത്തില്ല. പറഞ്ഞാലും മനസ്സിലാവോ? ഇങ്ങനെ പത്രത്തെ വഴിപ്പഴേ പോയത് ആർക്ക് പോയി? അതെ, അപ്പനും അമ്മയ്ക്കും പോയി. ഇപ്പോഴെങ്ങനെയാ ഫോണ് കൊണ്ട് എന്തൊക്കെ നാശമാണ്. അതെ അതെ, ഇപ്പോഴത്തെ കുഞ്ഞു പിള്ളേർക്ക് പോലും ഫോണിലുള്ള പരിപാടി. അതെ അതെ, അറിയത്തുള്ളൂ. അത് ഫോണ് കൊണ്ടാ. ചിലപ്പോ ഒരു ഫോണിങ്ങനെ ബെല്ലടിക്കും, ഉടനെ അതെടുക്കും. അപ്പൊ അങ്ങോട്ട് വിളിക്കും, പിന്നെ ഇങ്ങോട്ട് വിളിക്കും, പിന്നെ എടി ചക്കരെ, എടി മോളെ, എടി പഞ്ചാരെ അങ്ങനെ പറയും. അത് കേൾക്കുമ്പോ അവള് ഓർക്കും ഈ കെട്ടിയാനേക്കാളും നല്ലത് അതാന്ന് ഓർക്കും. ഈ രണ്ടു പിള്ളേരെയും കെട്ടിയാനായിട്ട് വെച്ചു അങ്ങോട്ട് പോകും. അവിടെ ചെല്ലുമ്പോഴെന്നെ അപ്പനേലും പ്രായമുള്ളവരായി. എനിക്ക് ചിരിക്കാൻ ഉള്ളതാ ഞാൻ പറഞ്ഞത്. അങ്ങനത്തെ ഇപ്പോഴത്തെ കളി. നമ്മളെപ്പോഴും പൊട്ടുപിടിച്ചത് നമ്മുടെ മക്കളെ എപ്പോഴും പറയല്ല നമ്മളെ പൊട്ടുപിടിച്ചാണ്. അത് ശരിയാ, നമുക്കിതൊന്നും അറിയത്തില്ല. അത് നമ്മുടെ കാലം. ഇപ്പോഴത്തെ കാലം അതൊന്നും അല്ല. ഇപ്പോഴാണെങ്കിൽ അത് കാലം മാറിയില്ല. ഈ പഴയ കാലം വെച്ചിട്ടിരുന്ന് അങ്ങനെയൊക്കെ നടക്കുവോ? അതൊക്കെ പഴയ കാലം മാറി. എന്തിനു തന്നെ മരുമോള് അതിന് അസുഖങ്ങളുണ്ടോ? കഞ്ഞിയും വെള്ളമൊക്കെ കിട്ടുന്നുണ്ടോടി? അതാ നല്ലത്. അല്ല പണ്ട് നമ്മളെ അമ്മായിയമ്മമാർക്ക് കഞ്ഞിയും കറിയും വെച്ച് അവര് കൊണ്ട് കഴിഞ്ഞാൽ നമ്മളുള്ളൂ. ആ കാലമൊക്കെ ഇപ്പൊ പോയി. ആ തൊഴുതാലെ കഞ്ഞിയൊക്കെ കുടിക്കാൻ പറ്റുള്ളൂ. ഒന്നും കണ്ടില്ല കേട്ടില്ലെന്നൊക്കെ വെക്കുക. അതേ ഉള്ളു. അല്ലെങ്കിൽ എവിടെയായിരിക്കും സ്ഥലമെന്നറിയാലോ? എവിടെ? അത് തന്നെ. അതുകൊണ്ട് കൊണ്ടേയും ചെല്ലി പറ്റുന്നതൊക്കെ പോലെ പള്ളിയിലും പോയി അങ്ങനെയൊക്കെ ജീവിക്കാം. അല്ല ഈ പൊട്ടുപിടിച്ച നമ്മളെ പോലെ പിള്ളേരും ആരും സഹിക്കൊന്നുമില്ല. അമ്മയമ്മമാരെ ഞാനൊരു കാര്യം പറയട്ടെ. എന്റെ ഒരു പ്രായത്തിൽ എനിക്കൊരു പൊട്ടുപിടിച്ച കാര്യം. കുക്കർ ഇറങ്ങിയ സമയത്ത് ഞാനൊരു കുക്കർ മേടിച്ചു. ഞാനും അടുത്ത വീട്ടിലെ ചേട്ടത്തിയും കൂടി പോയാ മേടിച്ചത്. ചേട്ടത്തി പറഞ്ഞു വാടി നമുക്കൊരു കുക്കർ മേടിക്കാണ്. ചേട്ടത്തി ഞാനും കൂടി പോയി കുക്കർ മേടിച്ചു. ആ കുക്കർ ഞാൻ കൊണ്ടുപോയപ്പോ എനിക്ക് തോന്നി അതിൽ ഇച്ചിരി അരി ഇട്ട് വെച്ചു കുടിക്കാന്ന്. ഞാൻ അതിനകത്ത് കഞ്ഞി കിട്ടും. എന്നിട്ട് ഞാൻ പുറത്തോട്ട് പോയി അരി ഇട്ടു. ഞാൻ പുറത്തോട്ട് ചെന്നപ്പോഴത്തേക്ക് ഭയങ്കര ബഹളോടി അകത്ത്. ഇതിന്റെ ബഹളം എന്താ നമ്മക്കറിയാം. നമ്മളെ കൊണ്ടുപിടിച്ചതല്ലേ, നമുക്കെല്ലാം അറിയാല. അതുകൊണ്ട് ഞാൻ വലിയൊരു വടി എടുത്തിട്ട് വന്ന് ഇവനിട്ടൊന്ന് കൊടുത്തിട്ടേ ഉള്ളു. കുക്കറിനോട് ഞാൻ അടുക്കും തോറും കുക്കർ ബഹളം കൊണ്ടൊന്നും മേല. ഞാൻ എന്നിട്ട് ചേടത്തിടിക്ക് ഓടിച്ചത്. ചേടത്തി ഓടിവായോ ഭയങ്കര ബഹളം അവിടെ അകത്ത് കിടന്നു. ചേടത്തിക്കറിയാം ഇത് കുക്കറായ ഇത്ര കാണിക്കുന്നതാണ്. നമ്മക്കറിയാം, നമ്മൾ കൊണ്ടുപിടിച്ചതല്ലേ, ഒന്നും അറിയത്തില്ല. അതേ നമ്മുടെയൊക്കെ ജീവിതം. പിന്നെ ഒന്നും പറഞ്ഞിട്ടൊന്നും പറയും. ഇന്ന് എന്നോട് പള്ളി വരാഞ്ഞത്? ആ പള്ളി പോണെന്നുള്ളൊക്കെയാണ് എഴുന്നേറ്റതാ. എന്നിട്ട് ഒരു ക്ഷീണോ ഒരു കാലുവേദനയൊക്കെ. പിന്നെ ഞാൻ 8 10 വെച്ച് പള്ളി ചെല്ലുമ്പോഴത്തേനും പള്ളി കുർബാനയാവും. അത് എനിക്ക് മുമ്പിലിരുന്ന കുർബാന കാണാൻ ഇഷ്ടമുള്ളൂ. അങ്ങനെയൊക്കെ ഞാൻ ഓർത്തു അച്ഛനും എല്ലാവരും എന്നെ ഓർക്കും. അച്ഛനാണെങ്കിൽ അമ്മച്ചി എന്നെ എന്നും ഈ താമസിച്ച് വരുന്നുണ്ടോ? അത് എനിക്കങ്ങോട്ട് നമ്മുടെ അച്ഛൻ അങ്ങനെയൊന്നും ഇല്ല. നമ്മുടെ അച്ഛൻ എന്ത് പാവമെന്നറിയായോ? അച്ഛന് എപ്പോ ചെന്നാലും പകുതി ആയ കുർബാന പങ്കെടുത്താലും ഒരു കുഴപ്പമില്ല. അച്ഛൻ പാവോ. അച്ഛൻ ആ കൃത്യ സമയത്ത് കുർബാനയ്ക്ക് നമ്മളെ പകുതി ചെന്നാലും മതി. അച്ഛൻ വന്നാലേ ഉള്ളൂ. അതേ ഉള്ളു. 1 വർഷം ആയതേ ഉള്ളു. അച്ഛന് ദുവാ നമുക്ക് ഉറക്കില്ല, നമ്മുടെ ദുവാ അച്ഛന് പറഞ്ഞിട്ട് ഫലമൊന്നും ഇല്ല. ഞായറാഴ്ച നമ്മുടെ പള്ളിയിലെ പെരുന്നാളല്ലേ, പ്രദേശത്തൊക്കെ ഉണ്ട്. കൂടാൻ വരുമോ? പിന്നെ പ്രദേശത്തിനൊക്കെ കുർബാനയ്ക്ക് പെരുന്നാളിന് വരും. അല്ലെങ്കിൽ നമ്മൾ അടുത്ത കൊല്ലം പെരുന്നാളോടെ ഇരിക്കുമെന്നൊന്നും അറിയില്ല.
അതൊന്നും അറിയത്തില്ല. നമ്മള് വിസ എടുത്തിരിക്കുന്നല്ലേ, എപ്പോ വേണമെങ്കിലും വിളി വരും, പോകാൻ തയ്യാറായിട്ടിരുന്നോളൂ. അതുകൊണ്ട് അതല്ലടി, നമ്മള് കല്യാണം കഴിച്ച് കെട്ടി വന്നപ്പോഴേ നമ്മുടെ ചൂണ്ടച്ചേരി എന്ത് കാര്യമായിരുന്നു. ഒരു പട്ടിക്കാട്, ആ ഒരു പപ്പായ്ക്കകത്ത് ഒരു പള്ളി. അതെ അതെ അതെ. ഇപ്പൊ വേണ്ട ഇംഗ്ലീഷ് മീഡിയം സ്കൂളായി, കോളേജായി, മഠമാണ് 2 3 ആയി. അതെ 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 അതെ. എല്ലാ സൗകര്യങ്ങളും അപ്പൊ അതെ. എന്ത് സൗകര്യങ്ങളായിട്ട് നമ്മുടെ മഠത്തിൽ ഇവിടെ ഇടവകേന്നാണ് എത്ര അച്ഛന്മാരായിരുന്നു. അതൊക്കെ ഒരു നമ്മുടെ ഔസേപിതാവിന്റെ അനുഗ്രഹം കേട്ടോ. ഇതൊക്കെ ഒത്തിരി അനുഗ്രഹിക്കുന്നുണ്ട്, ഒത്തിരി നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ട്. അതൊക്കെ ഔസേപിതാവിന്റെ അനുഗ്രഹം അതൊക്കെ. പിന്നെ നമ്മുടെ സിസ്റ്റർമാരോ, എന്ത് നല്ല സിസ്റ്റർമാരാ. നമുക്കൊരു ആവശ്യം വന്നാൽ അവരോട് പറഞ്ഞു അവര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മുടെ കുടുംബ കൂട്ടായ്മ വന്ന നമ്മളെല്ലാം ഒന്ന് കണ്ടും പെറുക്കി മുണ്ടിയൊക്കെ പോകും. അതെ അതെ, നമ്മുടെ മക്കളെ പോലെയാണ് ആ സിസ്റ്റർമാർ കേട്ടോ. എന്നാ പറഞ്ഞാലും അത് പിന്നീട് എനിക്കൊരു സന്തോഷമുണ്ട്. ഞായറാഴ്ച പള്ളി വരുമ്പോ അത് അതല്ലേ ഞാൻ പറയില്ലേ ഇരിക്കോളൂ. അതെന്നാ ഉറക്കം തൂങ്ങുന്ന അച്ഛൻ കാണാതിരിക്കണം. അപ്പൊ ഞാൻ അങ്ങനെ ഇരിക്കുമ്പോ ഫ്രണ്ടിലോട്ട് നോക്കുമ്പോഴത്തേക്ക് സിസ്റ്റർമാരുടെ കാര്യ കൂടുതൽ കാണുന്നേ. അപ്പൊ ഞാൻ ഓർക്ക് പന്നെങ്ങാനും പള്ളിയിലല്ലേ ഇത് കണ്ടിട്ടുള്ളൂ. ഈ ചൂണ്ടച്ചേരിയിൽ ഇത്ര സിസ്റ്റർമാരുണ്ടോ? നമ്മുടെ ഔസേപിതാവിന്റെ അനുഗ്രഹം കേട്ടോ. സിസ്റ്റർമാരൊക്കെ ഇങ്ങനെ പള്ളി നിന്ന് പോകുന്നു. അതൊക്കെ ഭയങ്കര ഭാഗ്യമാണ്, പറയാതിരിക്കാൻ പറ്റിയ. പിന്നെ ഞാൻ അന്നേരം ഓർത്തു നമ്മുടെ ദൈവാനുഗ്രഹമുള്ള മനുഷ്യരല്ലേ, അതുപോലെ ഔസേപിതാവ് ഇങ്ങനെ നമ്മളെ അനുഗ്രഹിച്ചത്. അതുകൊണ്ട് ഞാൻ പെരുന്നാളിന് വരണം. പെരുന്നാളിന് വരാതിരിക്കാൻ പറ്റുമോ? നീ പെരുന്നാളിന് വരികയല്ലേ? എന്ന് പറഞ്ഞ 6 വയസ്സായതല്ലേ ഉള്ളു. അത് ശരിയാ. അത് ഇനി അടുത്ത വർഷം നീ ഇരിക്കോ ഞാൻ ഇരിക്കോ ഒന്നും അറിയത്തില്ല. നമുക്ക് അടിച്ചു പൊളിക്കണം. നമ്മുടെ അച്ഛൻ വന്നേ പിന്നെ ആദ്യത്തെ പെരുന്നാളും അടിച്ചു പൊളിക്കണം. അതെ. പിന്നെ ഞാൻ പോവുക. ഞാൻ ഇപ്പൊ നെല്ലിടിക്ക വന്ന് കുറെ നേരം ഇത് വർത്താനം പറഞ്ഞു. നീ വീട്ടിലോട്ട് കിടമ്പോ എന്നെ കെട്ടാൻ എന്നെ ഓടിക്കും. എപ്പോഴും പറിച്ചില്ല. അവള് പള്ളി പോയ ഉള്ള വീട് മുഴുവൻ തെണ്ടിയിട്ടേ വരുള്ളൂ. ഞാൻ പോവാട്ടാണ്. ഇന്നലെ ഞായറാഴ്ച നമുക്ക് കാണാം. വന്നേക്കണേ, പോവാ.